السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. മഖബൂലായ ഹജ്ജ് എന്ന നമ്മുടെ വിഷയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന്. ആർക്കാണ് ഹജ്ജ് നിർബന്ധമുള്ളത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഹജ്ജ് ഉംറ നിർബന്ധമാകാൻ 4 ഉപാധികളാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അൽ ഇസ്ലാം, മുസ്ലിമായിരിക്കുക. 2 അത്തഖ്ലീഫ്, പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടായിരിക്കുക. 3-ാമത്തേത് അൽ ഹുരിയ, സ്വതന്ത്രനായിരിക്കുക. 4-ാമത്തേത് അൽ ഇസ്തിത്വാ, കഴിവുള്ളവനാവുക എന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളും വളരെ വ്യക്തമാണ്, കൃത്യമാണ്. പക്ഷെ 4-ാമത് പറഞ്ഞ അൽ ഇസ്തിത്വാ, കഴിവ് എന്ന് പറയുന്നത് ഒരല്പം വിശദീകരണം ആവശ്യമാണ്. പലരും ധരിച്ച് വശായിരിക്കുന്നത് ഹജ്ജ് നിർബന്ധമാകാൻ ഒരുപാട് ധാരാളം പണമുണ്ടാവുക, എല്ലാ മക്കളെയും കെട്ടിച്ചയക്കുക, അവരുടെ ഗർഭം, പ്രസവം, അതുപോലെ എല്ലാ ബാധ്യതകളും കഴിഞ്ഞ് പണം ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും സമ്മതിച്ചാൽ മാത്രമാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്നതാണ്. എന്നാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഇതൊന്നും മക്കളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടൊന്നും നിർബന്ധമായ ഹജ്ജിന്റെ ബാധ്യത ഒരാളിൽ നിന്ന് ഒഴിവാകുന്നതല്ല. എന്നു മാത്രമല്ല, പ്രായോഗികമായി ഹജ്ജ് ചെയ്യാൻ നമ്മൾ പോകുന്നത് 10ഓളം ദുആഇന് ഇജാബത്തുള്ള സ്ഥലങ്ങളിലേക്കാണ്. അവിടെ ചെന്ന് അവൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്താൽ ഏതു പ്രശ്നത്തിനും പരിഹാരമാകും എന്നാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസമുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഹജ്ജ് ഈ ഒരു കാരണം കൊണ്ട് ഹജ്ജ് ഒഴിവാക്കാൻ അവന് സാധ്യമല്ല. കഴിവുണ്ടാവുക എന്നതിനെ മഹാന്മാർ വിശദീകരിച്ചത് 3 കഴിവുകളാണ്. ഒന്ന്, അവനും ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് അവൻ പോയി വരുന്നത് വരെയുള്ള ഭക്ഷണം, വസ്ത്രം, അവൻ്റെ യാത്രാ വിഭവം, ഇതിനുള്ള കഴിവുണ്ടാവുക. അതായത് അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരൻ, ഇതൊക്കെ കഴിച്ചിട്ട് അവിടെ പോയി തിരിച്ചു വരാൻ ഇതിനുള്ള കഴിവുള്ള ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. 2-ാമത്തെ കഴിവ് മഹാന്മാർ പറയുന്നത് അവൻ്റെയും മക്കയുടെയും ഇടയിൽ 2 മർഹല, ഏകദേശം ഒരു 132 കിലോമീറ്റർ അകലെയാണെങ്കിൽ വാഹന സൗകര്യം ഉണ്ടായിരിക്കണം. 3-ാമത്തേത് പോകാനുള്ള വഴി സുരക്ഷിതമായിരിക്കണം എന്നാണ്. ഈ 3 കാര്യങ്ങളുള്ള ഏതൊരാൾക്കും ഹജ്ജ് നിർബന്ധമാണ്. അപ്പൊ ഈ നിബന്ധനകൾ നമ്മൾ മുന്നിൽ വെക്കുമ്പോൾ ഒരു 70% ആളുകൾക്കും ഹജ്ജ് നിർബന്ധമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. എന്നു മാത്രമല്ല, ഇവിടെ നമുക്കൊരു സംശയം വരാം, കച്ചവട സ്ഥാപനം അല്ലെങ്കിൽ വരുമാന മാർഗം, ഇതൊക്കെ ഹജ്ജിന് വേണ്ടി ആവശ്യമെങ്കിൽ വിൽക്കേണ്ടതുണ്ടോ എന്ന് മഹാനായ അല്ലാമ നവവി റളിയല്ലാഹു അൻഹു തന്റെ മുഹദ്ദബ് മിൻഹാജിൽ പറയുന്നത്, വല്ലഹ്സഹു അന്നഹു യൽസമുഹു സർഫു തിജാറതിഹി മാലി തിജാറതിഹി വസമയ മുസ്തഗല്ലാതിഹി അല്ലതി യഹ്സുലു മിൻഹാ കിഫായതുഹു ഇലൈഹിമ. അതായത് വരുമാനം ലഭിക്കുന്ന ജീവിതോപാധികൾ, സ്ഥലം, കച്ചവടം മുതൽ വാടക വസ്തുക്കൾ, ഇതൊക്കെ വിൽപ്പന നടത്തിയാണെങ്കിലും ഹജ്ജ് ഉംറക്കുള്ള പണം സമ്പാദിക്കൽ നിർബന്ധമാണ് എന്നാണ്. തുഹ്ഫയിൽ ഇത് കാണാം. അതുപോലെ മഹാനായ ബഗിയയിൽ മഹാൻ പറയുന്നതായി കാണാൻ കഴിയും, വയലുകൾ, പറമ്പുകൾ, തോട്ടങ്ങൾ, ഇതൊക്കെ ആവശ്യമെങ്കിൽ വിറ്റുകൊണ്ടാണെങ്കിലും ഹജ്ജിന് പോകൽ നിർബന്ധമാണ് എന്നാണ്. സാധാരണ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ പറമ്പ്, സ്ഥാപനം ഒന്നും കൂടാതെ വെറും കാശ് മാത്രം മിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഹജ്ജ് നിർബന്ധമാകൂ എന്നത് ഒരു മിഥ്യാധാരണയാണ്. ഇനി ഒരാൾ ധാരാളം ഉംറ ചെയ്തു എന്നാലും ഹജ്ജ് എന്ന ബാധ്യത ഒഴിവാകുകയില്ല. ഇനി എന്നു മാത്രമല്ല, മഹാന്മാർ വളരെ കൃത്യമായി പറയുന്ന ഒരു വിഷയമുണ്ട്. ഹജ്ജ് നിർബന്ധമായ ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ
ഫർളായ ഹജ്ജും ഉംറയും പകരം ചെയ്യിപ്പിക്കൽ കുടുംബത്തിന് ബാധ്യതയാണ്. അത് ചെയ്യാതെ അവന്റെ സ്വത്ത് പോലും ഓഹരി വെക്കൽ ഹറാമാണ് എന്ന് അല്ലാമ ഇമാം ഷർവാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥം 4-ാം വാല്യത്തിൽ 28-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹജ്ജ് നിർബന്ധമാവണമെങ്കിൽ മഹാന്മാര് പറഞ്ഞു, അതായത് സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമാണെങ്കിൽ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ ഒരു 2 പേരെങ്കിലും സ്ത്രീകളോ കൂടെ പോകാനുണ്ടെങ്കിൽ മാത്രമാണ് സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമാവുക. ഇങ്ങനെ ഒരാളെ കൂടെ കൂട്ടാനുള്ള സാമ്പത്തിക ശേഷി ഒരു സ്ത്രീക്ക് ഉണ്ടെങ്കിൽ അവൾക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്നാണ്. ഇനി മഹറമായ പുരുഷൻ വിശ്വസ്തരായ 2 സ്ത്രീകളോ ഇല്ലെങ്കിൽ ആ സ്ത്രീക്ക് പോകൽ നിർബന്ധമില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അവരുടെ ഹാഷിയത്തുൽ ഇലാഹിൽ പറയുന്നുണ്ട്. ഫർളായ നിർബന്ധമായ ഹജ്ജിന് സുരക്ഷിതത്വം ഉറപ്പുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സ്വന്തമായി പോകാം. നിർബന്ധമല്ല, പക്ഷെ പോകാൻ പറ്റും എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ സമ്പന്നനായ ഒരാൾ വളരെ പ്രായമായതിനു ശേഷമാണ് ഹജ്ജ് നിർബന്ധമാണ് എന്ന ബോധം അയാൾക്ക് വന്നത്. എന്നാൽ അയാൾക്ക് സ്വയം നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മറ്റൊരാളെ പറഞ്ഞയച്ച് ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നു മാത്രമല്ല, ഹജ്ജ് നിർബന്ധമായ ഒരാൾ ഹജ്ജ് ചെയ്യാതെ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയാൽ മഹാന്മാർ പറയുന്നത് മാതാസിയൻ, ദോഷിയായാണ് അവൻ മരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഹജ്ജ് നിർബന്ധമായി അത് പിന്തിച്ചതുകൊണ്ട് ഹജ്ജ് ചെയ്യാതെ മരിച്ചു എന്ന കാരണം കൊണ്ട് അയാൾ ദോഷിയാണ്. അതുകൊണ്ട് തന്നെ അവൻ സാക്ഷ്യം വഹിച്ച കേസ് വിധി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അവന്റെ സാക്ഷിയാക്കി വിധി പറയാൻ പാടില്ല എന്ന് വരെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി ഹജ്ജ് കുറെ കാലം പിന്തിച്ചു, അവൻ ശാരീരികമായി തളർച്ച നേരിട്ടു, ഇനി ഹജ്ജിന് പോവാൻ പറ്റാത്തൊരവസരമാണുള്ളതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാളെ ഹജ്ജിന് വേണ്ടി പറഞ്ഞയക്കൽ നിർബന്ധമാണ് എന്ന് ഇമാമിങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ വികലാംഗരായ ആളുകൾ അല്ലെങ്കിൽ രോഗികളായ ആളുകൾ, ഇവർക്ക് ഹജ്ജ് നിർബന്ധമാണോ? എന്താണ് അതിന്റെ മസല? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മളൊക്കെ പറയാറുണ്ട്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. സബീല എന്ന് പറഞ്ഞാൽ തടിയാലും വഴിയാലും മുതലാലും കഴിവുള്ളവർക്കാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന്. ഈ തടി കൊണ്ട് കഴിവുണ്ടാവുക എന്നത് പൂർണ്ണമായി അങ്ങനെ ഒരു നിബന്ധനയില്ല. മറിച്ച് മഹാന്മാര് പറഞ്ഞത്, ഹജ്ജിന് ഉംറക്ക് പോകാൻ വൈകല്യമുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട്, വൈകല്യം കൊണ്ടോ മറ്റോ സാധിക്കാത്ത ഒരാൾ സഹായിയായി ഒരാളെ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ, അയാൾ സാമ്പത്തികമായി അതിന് കഴിവുണ്ടെങ്കിൽ ഒരാളെ കൂട്ടി അയാൾ ഹജ്ജ് നിർവഹിക്കണം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി സഹായിയായി ഒരാളെ കൊണ്ടുപോയി ഹജ്ജ് ചെയ്യാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ അദ്ദേഹം സമ്പത്തുണ്ടെങ്കിൽ പകരം ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധം. ഞാൻ പറഞ്ഞു വന്നത്, സാധാരണഗതിയിൽ ഹജ്ജ് എന്ന് പറയുന്നത് ആ ബാധ്യത ഒരിക്കലും നമ്മിൽ നിന്ന് ഒഴിവാകുന്നില്ല. അവസാനമായി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഇത് നമ്മുടെ മനസ്സുകളിൽ കൊത്തിയിടേണ്ടതാണ്. പ്രവാചകൻ പറഞ്ഞു, മൻ മലക സാദൻ വറാഹില തുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹിൽ ഹറാം വലം യഹുജ്ജ ഫലാ അലൈഹി അയ്യമൂത യഹൂദിയൻ ഔ നസ്രാനിയ. അതായത് ഒരാൾക്ക് ശുദ്ധമായ കഅബയിലേക്ക് ഹജ്ജ് ചെയ്യാൻ എത്താനുള്ള വാഹനം, അതുപോലെ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് വിശുദ്ധമായ ഹറമിൽ ചെന്ന് അവൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ, ജൂതനോ ക്രിസ്ത്യാനിയോ ആയി അവൻ മരിക്കുന്നതിൽ നിന്ന് അവൻ ഒരിക്കലും ഒഴിവല്ല, മരിക്കുന്നതിൽ ഒരു പ്രതിബന്ധമില്ല, എന്ന് വെച്ചാൽ ചീത്തയായി അവൻ മരിച്ചേക്കാം എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഹജ്ജിന്റെ ആ നിർബന്ധവും അതുപോലെ ചെയ്യാതിരിക്കുന്നതിനുള്ള ഭവിഷ്യത്തും
നമുക്ക് വ്യക്തമാണ്. അള്ളാഹു വിശുദ്ധമായ ഹറമുകളിൽ ഇത്രയും അടുത്ത ഭാവികളിൽ നമ്മളൊക്കെ അള്ളാഹു എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.